ഇവിടെ പാർട്ടി എന്നതിനപ്പുറം നിരവധിയായിട്ടുള്ള സാമുദായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇത് ഒരു സമൂഹത്തിന്റെ പരിച്ഛേദമായി ഇന്ന് ഈ പ്രദേശത്ത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം കേരളത്തിന്റെ വലിയ തോതിലുള്ള മാറ്റത്തിനാവശ്യമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയും അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത് ഈ പ്രസ്ഥാനത്തിനാണ് എന്ന് നമ്മളെ കൂടെ അത് ബോധ്യപ്പെടുത്തുകയും അതിനുവേണ്ടി ഒരു സമൂഹം മുഴുവൻ നമ്മോടൊപ്പം യാത്ര ചെയ്യാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു അമൂല്യ ദിവസമാണ് ഇന്ന് എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. ഏതായാലും ഇവിടെ വേദിയിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഒന്നും പറയുന്നില്ല. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വികസനത്തിന് വേണ്ടി, വികസനത്തിന്റെ വളരെ വലിയ ഉദാഹരണമായിട്ടുള്ള സുരേഷ് ഗോപി MP-യെ വിജയിപ്പിച്ചിട്ടുള്ള ഒരു വലിയ ഒരു നേട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അത് കേരളത്തിന് കിട്ടിയ വലിയ ഒരു സമ്മാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ നേരത്തെ ഇവിടെ സംസാരിച്ചു. അദ്ദേഹവും രണ്ടു പേരുടെയും വകുപ്പുകൾ നമുക്ക് കേരളത്തില് എല്ലാ വിഭാഗം ജനങ്ങളും, ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ലിംഗവേഷ ഭാഷയോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും വികസനത്തിന് വേണ്ടി, എല്ലാവരുടെയും പുരോഗതിക്ക് വേണ്ടി, എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന കാര്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനു വേണ്ട പ്രവർത്തനങ്ങളാണ് ഇവിടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതിന് എല്ലാവരുടെയും, എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം.